രാജാക്കന്മാർ ഒന്നാം പുസ്തകം അദ്ധ്യായം 21. അനന്തരം യെസ്രീല്യനായ നാബോത്തിന് യെസ്രീലിൽ ശമര്യ രാജാവായ ആഹാബിൻ്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോപ്പ് എനിക്ക് പച്ചക്കറിത്തോട്ടമാക്കുവാൻ തരണം. അത് എൻ്റെ അരമനയ്ക്ക് സമീപമാണല്ലോ. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോപ്പ് നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിൻ്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം അങ്ങേക്ക് തരുവാൻ ദൈവം സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. യെസ്രീല്യനായ നാബോത്ത്, എൻ്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ അങ്ങേക്ക് തരികയില്ല എന്ന് പറഞ്ഞ വാക്കുമൂലം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തൻ്റെ അരമനയിലേക്ക് ചെന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ കിടക്കയിൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവൻ്റെ ഭാര്യ ഇസബേൽ അവൻ്റെ അടുക്കൽ വന്നു. ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇത്ര ദുഃഖിച്ചിരിക്കുന്നതെന്ത് എന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ നസ്രീല്യനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടം അങ്ങേക്ക് തരികയില്ല എന്ന് പറഞ്ഞതുകൊണ്ടത്രേ എന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യ ഇസബേൽ അവനോട്, അങ്ങ് ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്ക, അങ്ങയുടെ മനസ്സ് തെളിയട്ടെ. യെസ്രീല്യനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങയ്ക്ക് തരും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിൻ്റെ പേര് വച്ച് എഴുതി അവൻ്റെ മോതിരം കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിൻ്റെ പട്ടണത്തിലെ മുപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതി, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കണം. നാബോത്തിന് ജനത്തിൻ്റെ മധ്യേ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തണം. നീചന്മാരായ 2 പേരെ അവനെതിരെ നിർത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിക്കണം. പിന്നെ നിങ്ങൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം. അവൻ്റെ പട്ടണത്തിലെ മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഇസബേൽ പറഞ്ഞയച്ചതുപോലെയും അവൾ കൊടുത്തയച്ച എഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും പ്രവർത്തിച്ചു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാബോത്തിനെ മധ്യേ പ്രധാന സ്ഥലത്തിരുത്തി. നീചരായ 2 ആളുകൾ വന്ന് അവൻ്റെ നേരെയിരുന്നു. നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിൻ്റെ മുമ്പിൽ നാബോത്തിന് വിരോധമായി സാക്ഷ്യം പറഞ്ഞു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് അവർ ഇസബേലിന് വിവരം പറഞ്ഞയച്ചു. നാബോത്ത് കല്ലേറുകൊണ്ട് മരിച്ചു എന്ന് ഇസബേൽ കേട്ടപ്പോൾ അവൾ ആഹാബിനോട്, അങ്ങ് എഴുന്നേറ്റ് അങ്ങേക്ക് വിലയ്ക്ക് തരുവാൻ മനസ്സില്ലാത്ത യെസ്രീല്യനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കിക്കൊള്ളുക.
നാബോത്ത് ജീവനോടെയില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. നാബോത്ത് മരിച്ചു എന്ന് കേട്ടപ്പോൾ ആഹാബ് എഴുന്നേറ്റ് യെസ്രീല്യനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തുവാൻ അവിടേക്ക് പോയി. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് തിശ്ബനായ ഏലിയായ്ക്കുണ്ടായി. നീ എഴുന്നേറ്റ് ശമര്യയിലെ ഇസ്രായേൽ രാജാവായ ആഹാബിന്റെ നേരെ ചെല്ലുക. ഇതാ അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ അവിടേക്ക് പോയിരിക്കുന്നു. നീ അവനോട്, നീ കൊല ചെയ്യുകയും കൈവശമാക്കുകയും ചെയ്തുവോ എന്ന് ദൈവം ചോദിക്കുന്നു. നായ്ക്കൾ നാബോത്തിന്റെ രക്തം നക്കിയ സ്ഥലത്ത് വച്ച് തന്നെ നിന്റെ രക്തവും അവ നക്കിക്കളയും എന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു എന്ന് നീ അവനോട് പറയുക. ആഹാബ് ഏലിയാവിനോട്, എൻ്റെ ശത്രുവേ, നീ എന്നെ കണ്ടെത്തിയോ എന്ന് പറഞ്ഞു. അതിന് അവൻ, അതെ, ഞാൻ കണ്ടെത്തി. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്യുവാൻ നീ നിന്നെ വിറ്റുകളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മേൽ അനർത്ഥം വരുത്തും. നിന്നെ പാടെ നിർമൂലമാക്കി ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയെ എല്ലാം ഞാൻ നിഗ്രഹിച്ചു കളയും. നീ എന്നെ കോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതുകൊണ്ട് ഞാൻ നിന്റെ കുടുംബത്തെ നെബാത്തിന്റെ മകൻ യെരോബായാമിന്റെ കുടുംബത്തെ പോലെയും അഹിയാവിന്റെ മകൻ ബയെശയുടെ കുടുംബത്തെ പോലെയുമാക്കും. ഇസബേലിനെ കുറിച്ച് ദൈവം അരുളി ചെയ്തത്, നായ്ക്കൾ ഇസബേലിനെ യെസ്രയേലിന്റെ മതിലിനടുത്ത് വച്ച് തിന്നുകളയും. ആഹാബിന്റെ സന്തതിയിൽ പട്ടണത്തിൽ വച്ച് മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും. വയലിൽ വച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും. എന്നാൽ കർത്താവിന് അനിഷ്ടമായതു ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. അവന്റെ ഭാര്യ ഇസബെൽ അവനെ അതിനായി ഉത്സാഹിപ്പിച്ചിരുന്നു. ദൈവം ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ അമോര്യർ ചെയ്തതുപോലെയെല്ലാം അവൻ വിഗ്രഹസേവ ചെയ്ത് വലിയ മ്ലേച്ഛത പ്രവർത്തിച്ചു. ആഹാബ് ആ വാക്ക് കേട്ടപ്പോൾ വസ്ത്രം കീറി തൻ്റെ ദേഹം പറ്റേ രട്ടെടുത്തുകൊണ്ട് ഉപവസിച്ചു. രട്ടിൽ തന്നെ കിടക്കുകയും സാവധാനം നടക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് തിശ്ബനായ ഏലിയായ്ക്കുണ്ടായി. ആഹാബ് എൻ്റെ മുമ്പാകെ തന്നെത്താൻ താഴ്ത്തിയതുകൊണ്ട് ഞാൻ അവൻ്റെ ജീവകാലത്ത് അനർത്ഥം വരുത്താതെ അവൻ്റെ മകൻ്റെ കാലത്ത് അവൻ്റെ കുടുംബത്തിന് അനർത്ഥം വരുത്തും എന്ന് കൽപ്പിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോർ.